മാഡം ഞാൻ പോവാം, പക്ഷേ എവിടെയെങ്കിലും ചെറിയൊരു വാടക വീടെടുത്ത് അവിടെ എന്നുവെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂട്ടുകൂടി മദ്യപാനമാണ്. അപ്പോഴേ എങ്ങോട്ടെങ്കിലും എൻ്റെ വീട്ടിലും വേണ്ട ചേട്ടൻ്റെ വീട് ആ വീട് പരിസരത്ത് മാറി എവിടെയെങ്കിലും ഒരു ചെറിയ വാടക വീടെടുത്ത് എങ്കിൽ അങ്ങനെ മാറുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകാം. അപ്പം അവിടെ ഓട്ടോ വന്നപ്പോൾ 9 മണി എന്തോന്നായി. അപ്പോഴ് അങ്ങനെ ഓട്ടോ വന്നപ്പോൾ ഞാൻ ചെന്ന് കൊച്ചിനെ വിളിച്ചപ്പോൾ കൊച്ചിനെ തരൂല, എനിക്ക് മൂത്ത മോനെ കൊണ്ടുപോകാനായിട്ട് തരൂല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കൊച്ചിനെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരിനോടുണ്ടെന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അന്ന് ഇവിടെ എനിക്ക് ആഹാരം കോരിയപ്പം തന്നെ ഈ കറികളൊക്കെ കോരുമായിരുന്നു. അപ്പോൾ ഈ സ്പൂണ് നേരെ കോരുന്നതിന് പകരം ഇങ്ങനെ മറിച്ചിട്ട് കോരി, അങ്ങനെ വെച്ചൊക്കെ ആണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത്. കാരണം ഇവിടെ ഒരു സാധനം കിടന്നാൽ അത് അവിടെയാണ് കിടക്കുന്നത് അറിയാൻ പറ്റൂല. അതൊക്കെ ഈ കല്യാണത്തിന് ശേഷമാണ്. ഇത് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പറ്റിച്ചാണ് ഈ കല്യാണം നടത്തിയതാണ്. ദീപയുടെ വീട്ടുകാർ ചെയ്ത തീർച്ചയായിട്ടും ഒരു വഞ്ചന തന്നെയാണ്. പക്ഷേ വിനോദ ചെയ്തത് ഒരു വലിയ കാര്യം. ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ജീവിതം കൊടുത്തു എന്ന് പറയുന്നത് സൗന്ദര്യവും സമ്പത്തും ഒക്കെ ഉള്ള എല്ലാം കൊണ്ടും ഉള്ള ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ പുണ്യമല്ലേ. ഒരു കുറവുള്ള കുട്ടിയാണ്. ദീപയുടെ അച്ഛനെ കാണുമ്പോഴൊക്കെ വിനോദനും അയാളും തമ്മിൽ വഴക്കുണ്ടാവുമ്പോഴേ നമുക്ക് മനസ്സിലായി ഉള്ളിൽ പറ്റിച്ചല്ലോ എന്നുള്ളൊരു വിഷമമാണ് വിനോദിന്. പക്ഷെ വിനോദ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഒരു വലിയ പുണ്യമാണ്. വിനോദിനടുത്ത് ഞങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളതായിരിക്കും. ഇപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും കാഴ്ച ഇല്ല എന്നുള്ളത് ശരിയല്ല. അവരുടെ സർട്ടിഫിക്കറ്റ് പറയാൻ ഒരു 70% ഉള്ളൂ. അപ്പം ഈ അങ്ങനെയുള്ള ഈ ജോലിക്കുള്ള സംവരണമുണ്ട് 3%. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ 10 ആൾ എടുക്കണമെന്ന് വെച്ചാൽ ഒരാൾ അവരുടെ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം തുടങ്ങും. ടി പാസ്സായില്ലേ? ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂക്ക് വന്ന് ഒരു കാർട്ട് വന്ന് ഒരു ജോലിയിട്ടതിന് വേണ്ടി. അപ്പോഴേ എനിക്ക് അപ്പോഴും ഈ ആ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാണ്. അപ്പോഴേ ഈ കാഴ്ച ഇതൊന്നും എനിക്ക് അത്ര അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഇവള് എന്നെയും വിളിച്ചുകൊണ്ട് അവിടെ പോയി. അവിടെ ചെന്ന് അവരെല്ലാം സംസാരിച്ചിട്ട് ഒരു ഫോം കൊടുത്തു പൂരിപ്പിക്കാൻ. ഫോം കൊടുത്തപ്പോൾ ഇവള് പൂരിപ്പിക്കുന്നില്ല. അപ്പൊ എനിക്ക് അപ്പോഴും സംശയം. ഞാൻ പറഞ്ഞു നീ അത് പൂരിപ്പിച്ചു, നിനക്കല്ലേ ജോലിക്കുള്ള. ഇവള് പൂരിപ്പിക്കൂല. അവള് എന്റെ തരുന്നു പൂരിപ്പിച്ചു കൊടുക്കുക. അപ്പൊ കാരണം എന്താണ്, അതുപോലും അവർക്ക് അത് പൂരിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ജോലി കിട്ടൂല എന്ന് എനിക്ക് അന്നേ മനസ്സിലായി. ഓക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവള് അവിടെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരടുത്തൊക്കെ ഇവള് പറഞ്ഞുകൊണ്ട് കിടക്കും. ഇവള് BOരൊക്കെ പഠിച്ച് ഇവക്ക് മാസം 10,000-30,000 50,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടുമെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു കേട്ട് ഇവള് എന്റെ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ഇവള് പറഞ്ഞുകൊണ്ട് കിടക്കും. അപ്പോഴേ ഇത്രയൊക്കെ ഈ കുറവുകളായിട്ടും എന്റെ മനസ്സിൽ ഇതുണ്ട്. ഞാൻ ഇവിടെ അടുത്ത് അത് പുറത്ത് പറയില്ല. അപ്പോൾ ഇവള് ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഇവിടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് എന്നെ കളഞ്ഞിട്ട് അങ്ങ് പോയതല്ല, നിനക്ക് ഇത്രയും പഠിത്തവും ജോലിയൊക്കെ ഉണ്ടല്ലോ, അങ്ങ് പോയാൽ മതിയല്ല എന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഇവള് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിണങ്ങി പോയിട്ടുണ്ട്. പിന്നെ തിരിച്ചു തന്നെ വരും. കാരണം ഇവള് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിളിക്കാൻ പോകത്തില്ല. അങ്ങനെ പോകണവരെ വിളിക്കേണ്ട കാര്യമല്ല. കുറച്ച് ദിവസം അവള് നിന്നിട്ട് വീണ്ടും തിരിച്ചു വരും. അല്ല, നിങ്ങൾ ഉപദ്രവിച്ചിട്ടാണ് ഇവര് പോകുന്നതെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു അടി കൊടുത്തിട്ടുണ്ട്. ഇവക്ക് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വന്നപ്പം രാവിലെ എണീക്കുമ്പോൾ ഇവളെ വിളിച്ച എണീക്കൂല. അങ്ങനെ ഒരു ദിവസം ആയപ്പം ഇവളെ വായിക്കൂടെ പതയും വന്ന് ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോഴത് എന്താണ് അസുഖമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പേടിച്ച് ഇവളെ വീട്ടിൽ അറിയിച്ചപ്പം ഇവിടെ വീട്ടിൽ നിന്ന് ഇവിടെ അച്ഛൻ വന്ന് ഉടനെ വന്ന് വായൊക്കെ ഇങ്ങനെ വലിച്ചു തുറന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോഴേ ഈ അസുഖം നേരത്തെ ഉണ്ടെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ അവരിങ്ങനെ ഇത് ചെയ്യില്ല. അതൊന്നും ഇവർ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നത്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ മേഡം ആദ്യമേ ഈ ചേട്ടന്റെ അച്ഛനൊക്കെ വന്ന സമയത്ത് എല്ലാം പറഞ്ഞു തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റ് വരെ അവിടെ കയ്യിൽ കൊടുത്താണ് ഇത് ചെയ്തത്. വിനോദ് കണ്ടില്ല, പക്ഷെ എന്റെ അച്ഛനും കണ്ടിട്ട് ഈ സർട്ടിഫിക്കറ്റ് അച്ഛന് കൊടുത്ത ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ വേണ്ട എഴുതിയിരിക്കുന്നത്? അത് പറയട്ടെ. അവള് ഇംഗ്ലീഷിൽ അച്ഛനെ ABCD എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞു. പിന്നെ അച്ഛൻ അത് മനസ്സിലാക്കും. ചേട്ടന്റെ അച്ഛൻ തന്നെ പറഞ്ഞു. ഇല്ല, ആര് പറഞ്ഞു അങ്ങനെയൊന്നും മനസ്സിലാക്കില്ല സാറേ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇവർക്ക് ദൂരെ കാഴ്ച. അത് എന്റെ അടുത്ത് എനിക്കും അറിയാം. അത്രയും വിശ്വസിച്ചാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് സത്യമാണ് അറിഞ്ഞുകൊണ്ട് ഏതായാലും ഇത്രയും കാഴ്ചയോറാണെങ്കിൽ ഞാൻ കെട്ടൂലായിരുന്നു. എത്ര ശതമാനം പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. ദൂരെ കാഴ്ചയില്ല എന്ന് വെച്ചാൽ BOരെ പഠിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴേ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അവര് മുമ്പേ പറയാണ്. അപ്പൊ BA പഠിച്ചെന്നല്ല, കല്യാണം കഴിഞ്ഞിട്ടും പഠിച്ചോണ്ടിരിക്കുക. BAക്ക് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കണം. അത് 1 മാസം കൂടെ പോയാൽ അവരെ പഠിത്തം തീരെയാണ്. അതിനുവേണ്ടി ഇവള് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അത് പൂർത്തിയാക്കണമെന്നും പറഞ്ഞ് ഇവള് പോയി 1 ദിവസം പോയിട്ട് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് പോകണില്ല. അപ്പോൾ ഞാൻ കേട്ട് കാരണം എന്തെന്ന് ചോദിച്ചു. അത് BAക്കുള്ള അതിനുള്ള പുസ്തകവും ബുക്കൊന്നുമില്ല. അപ്പോഴേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരെ BAക്ക് 3rd ഇയർ കഴിഞ്ഞ് അവൻ്റെ പഴയ പുസ്തകങ്ങൾ എഴുത്തെല്ലാം ഉണ്ട്, അതെല്ലാം അവൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ട്
ഇവള് അത് പിറ്റേ ദിവസം തൊട്ട് അത് വായിക്കുകയില്ല, പഠിക്കുകയില്ല. സംഭവം എന്താണ്? ഇവള് വായിക്കാത്ത, ഇവൾക്ക് അത് വായിക്കാൻ പറ്റത്തില്ല. അതൊന്നും ഇവള് തുറന്നു പറയുന്നില്ല. അതാണ് കാരണം എന്ന് പറയുന്നില്ല. ഇവള് എന്റെ അടുത്ത് പറഞ്ഞത് കോളേജിൽ പോയാൽ ഇനി പിള്ളേർ കളിയാകും, അതുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേണ്ട, അല്ലാതെ എനിക്കിപ്പോ ഇത് കൈന്നിട്ട് പറയേണ്ട കാര്യവുമില്ല. ഇല്ല മേഡം, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ നോട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്ന് ഞാൻ പഠിക്കുക 2 ആഴ്ച കൂടുതൽ അവിടെ നിന്ന് മേഡം അല്ലെങ്കിൽ വന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ഞാൻ കോളേജിൽ ഞാൻ പോയി കുറേ പ്രാവശ്യം ചേട്ടനാണ് എന്നെ കൊണ്ടാക്കിയത് ബൈക്കിൽ. ഇവള് അതൊന്നും പഠിച്ചിട്ടില്ല, കാരണം വായിക്കാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കും. അതൊന്നും അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ അസുഖം ഇത് പോയിട്ട് ആദ്യത്തെ ദിവസം ഇങ്ങനെ ഇതായിരുന്നു, ഈ ബോധം പോയി കിടക്കും. അങ്ങനെ അത് 2-3 പ്രാവശ്യമായപ്പോൾ ഇവരെ ഞാൻ വിളിച്ചു, അവർ അച്ഛനെ വന്ന് ഇങ്ങനെ വെള്ളം കൊടുക്കും, നോർമലായിട്ട് അങ്ങ് പോകും. പിന്നീടായപ്പം ഇത് സ്ഥിരം അങ്ങനെ കുറേ ദിവസം വരുമായിരുന്നു, മാസങ്ങൾ കഴിയാൻ തോറും. അപ്പോഴും ഞാൻ വിളിക്കൂല. അങ്ങനെ ഒരു ദിവസം ഇവിടെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞ് അത് ഇവിടെ മെൻ്റൽ ആശുപത്രി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറിയൊരു പ്രശ്നത്തിന് ഞാൻ ഇതിന് നാണക്കേടായതുകൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അത് നോർമലായി ഇനി വന്നായിരുന്നു. മന്ത്രവാദം ചെയ്തു? മന്ത്രവാദം ചെയ്തല്ല, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇവിടെ ഈ സിനിമയെ കാണുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ മുമ്പിലോട്ടൊക്കെ പറത്തി എൻ്റെ കഴുത്തിൽ നക്കിയിട്ടുണ്ട്. ഫാനിൽ ഇവിടെ ബോധമില്ലാതെയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണോ. ഏതായാലും അങ്ങനത്തെ ദിവസമാണ്. ഉറക്കത്തിൽ ഇങ്ങനെ എഴിച്ച് നടപ്പ്, കൊച്ച് ജനിക്കും മുമ്പേ ഓട്ടം. അത് ആ വീട്ടിലുള്ള അയൽവക്കത്തുള്ള വീട്ടിലുള്ളവർക്കെല്ലാം അറിയാം, അവർ കണ്ടിട്ടുമുണ്ട്, അവർ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഫാനിൽ തൂങ്ങാൻ പോകും. ഈ സിനിമയിൽ കാണുമ്പോഴേക്ക് എന്തൊക്കെ ഒരു വല്ലാത്ത ഭാഷയും അമ്മേനെ കസേരയൊക്കെ എടുത്ത് വെച്ച് അടിക്കുക. ഭയങ്കര ബലമാണ് ഇവക്ക്. ഇവളെ കഴുത്തിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വിടൂല. അങ്ങനത്തെ ഒരു മാസത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളെ ഇതിലൊക്കെ ഈ വാദോപദ്രവം എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ ഉണ്ടായപ്പം ഇങ്ങനെ ഒരു പൂജാരി, മന്ത്രവാദമല്ല, ഒരു പൂജാരി, ഒരു ചേച്ചിയാണ് പൂജ നടത്തുന്ന ക്ഷേത്രത്തിൽ. അപ്പോൾ അവർ ഇങ്ങനെ ഇതൊക്കെ പൂജയൊക്കെ നടത്തിയപ്പോൾ അന്ന് തൊട്ട് അവർക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ സമ്മതത്തോടെ അങ്ങനെ ഞാൻ പൂജ എടുത്തു. അതിന് ഒരുപാട് 10-60,000 വരെ ചെലവായി. പൂജയായിട്ട് മന്ത്രമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് പറയുന്ന കേട്ടാണ് ചെയ്തത്, മന്ത്രവാദമാണ്. അത് ഇവളെ സമ്മതത്തോടെ ഇവളെ അമ്മയോട് കൂടെയാണ് വന്നത്. അതിനെ ഇവര് പരാതിയായിട്ട് പിന്നീട് പറഞ്ഞത് ഞാൻ പിടിച്ചു കെട്ടി കൊണ്ടുപോയെന്ന്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവന്നവരെ നമ്പറുണ്ട്, അവരെ ഉണ്ട്. അവർക്ക് അല്ല, ഇവിടെ അല്ലാതെ ഫോണിൽ കൂടെ ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു. അതെന്താ പറയാ വിനോദ, വിഷമവും കാര്യങ്ങളും വരുമ്പോൾ ചുമ്മാ ജയിക്കാൻ ഓരോന്ന് പറയുന്നതല്ലേ ഇത്. നിങ്ങൾ ഇത്രയും കാശ് മുടക്കി നിങ്ങൾ പൂജ നടത്തിയ മന്ത്രവാദം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് അത് ചെയ്തത് ഭാര്യയെ നല്ല രീതിയിൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ടില്ല, അല്ലാതെ അവരെ കുറച്ചുകൂടെ ഭ്രാന്ത് വരാൻ വേണ്ടി. എന്നിട്ട് ഇനി പിന്നെ ഞാൻ ഈ വണ്ടി ഓടാൻ പോകുന്നതുകൊണ്ട് രാവിലെ പോയാൽ രാത്രിയെ വരുള്ളൂ. അപ്പോഴും ഇവക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഇവള് പറയണത് ഇവക്ക് എന്റെ വീട്ടിൽ കഴിയാക്കൂല, അമ്മേരെ കൂടെ വാടക വീട്ടിൽ പോകണം. ഞാൻ എങ്ങനെ ഇവിടെ വിശ്വസിച്ചാക്കാം? നേരെ കുറ്റമായിട്ട് പറയണല്ല, കണ്ണ് കണ്ടുകൊടുത്താൽ അതെല്ലാം എനിക്കറിയാം. അത് ഒന്ന്. രണ്ടാമത് ഇങ്ങനത്തെ ഈ സൂക്കേടുണ്ട്, കൊച്ചിനെ കൊണ്ട് ഓട്ടോ ഇതോ അങ്ങനെയുള്ള ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിൽ ഇട്ടിട്ട് എങ്ങനെ പോകും? അല്ല, പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അമ്മയുമായിട്ട് വല്ല ഉടക്കുമല്ലോ ഉണ്ടോ വീട്ടിൽ? അമ്മയായിട്ടുള്ള ഈ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവളിങ്ങനെ എന്തെങ്കിലും എന്ന് വെച്ചാൽ കൊച്ചിന് ആഹാരമൊക്കെ വാരി കൊടുക്കുമ്പം ഇവള് വാ മാറി മൂക്കിനകത്തൊക്കെ കയറ്റും, ബാക്കി വാരി വെച്ച് കൊടുക്കും. ഇവിടെ പറയുന്നത് നമുക്ക് അറിയാന്നുള്ള സംഭവമാണ്. എന്നിട്ട് ഇത് കൊച്ച് ഛർദ്ദിച്ചാലും ആ ഛർദിനെ വാരി കൊടുക്കും. ഞാൻ ആ കൊച്ചിന് വയറ് വീത്ത് മതിയാക്കാൻ പറഞ്ഞാലും അത് കേൾക്കൂല. അങ്ങനെ പറയുമ്പോൾ വഴക്ക് പറയും, അത് അമ്മയും പറയും. അതൊന്നും ഇവക്ക് ഇഷ്ടമല്ല. അത് അല്ലാതെ അടിയോ തെറിവിളിയോ വല്ലതും ഉണ്ടോ? അത് ഇവിടെ വിളിച്ചിട്ടുണ്ട്, അവരും വിളിച്ചിട്ടുണ്ട്, രണ്ടുപേരും സമയത്ത് വിനോദ് കയറി വല്ലതും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചെയ്യരുതെന്നോ? അമ്മയുടെ അടുത്ത് വല്ലതും പറയുകയോ? അങ്ങനെ കൂടുതലും ഞാൻ ഇവക്ക് ഇതൊക്കെ ആയതുകൊണ്ട് ഇവളെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല, അമ്മയെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവള് അതിന് വാശിക്ക് ഇരട്ടിയായിട്ട് ചെയ്യും. കാരണം ഇവള് ഇവിടെ ഇണങ്ങി വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും മിണ്ടൂല, അവിടെ ചെന്നിട്ട് ഫോണിൽ ഇവള് സംസാരം അങ്ങനത്തെ രീതിയിലാണ്. കാരണം ഇത്ര കാഴ്ചയായിട്ട് എന്നെ പറ്റിച്ച് കല്യാണം കഴിച്ചിട്ടും ഞാൻ ഇത്ര നോക്കിയിട്ട് ഇവൾ അഹങ്കാരത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അല്ല, നിങ്ങളുടെ സഹോദരന്മാരെ കുറിച്ചൊക്കെ ഒത്തിരി മോശമായിട്ട് സംസാരിച്ചു, വിഷമമായി പോയി. അതാണ് മേഡം അത് സംസാരിച്ചത്. ഇവള് അമ്മയ്ക്കും പഠിത്തവും അത്ര വിവരമൊന്നുമില്ല. ഇവള് പറയുന്നതിനനുസരിച്ച് ഇവള് പറയുന്ന വാക്കുകൾക്ക് മറുപടിയായിട്ട് അവരും അത് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവള് ഇതെല്ലാം ആത്മഹത്യക്ക് ശ്രമിച്ച് ഇങ്ങനെ ആയിട്ട് പോലും ഞാൻ വീട്ടിൽ വന്ന വീണ്ടും പ്രശ്നമാവും. എനിക്ക് പേടിയുണ്ട്, ഇനി വന്നു കഴിഞ്ഞാൽ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ. ആദ്യമേ ഇവക്ക് ഇങ്ങനെ പറ്റിയത് അവള് ഞാൻ വീട്ടിലില്ലാന്ന സമയത്താണ്. അപ്പോഴേ ഇവിടെ അച്ഛനും എല്ലാവരും കൂടെ എന്നെ അടിക്കാൻ കയറി മെഡിക്കൽ കോളേജിൽ നിന്ന് വിടാനൊന്നും താമസിച്ചില്ല. അപ്പോഴേ അവരെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പറഞ്ഞാണ് കൂടെ വിട്ടത്. അപ്പോഴേ അവർ പറയണത് ഞാനാണ് കൊല്ലാൻ നോക്കിയത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊന്നെ അങ്ങനെ നാട്ടുകാരും എല്ലാവരും അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. വിനോദ് സ്ഥലത്തില്ലായിരുന്നു എങ്കിൽ തന്നെയും അവരുടെ മൊഴി, അവർ ഒരു ആസന്ന നിലയിൽ ഇരിക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റും പോലീസും ഒക്കെ അവിടെ വന്ന് മൊഴി എടുക്കാനായിട്ട് ആ മൊഴി നിങ്ങൾക്കെതിരായിട്ടോ അല്ലെ അമ്മയുടെ എതിരായിട്ടോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ആണല്ലോ ഉള്ളിൽ. അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതുകൊണ്ട് സംശയങ്ങളായി തുടങ്ങി. കാരണം ഇപ്പം കൊടുക്കുന്ന പരാതികളെല്ലാം ഇവള് കള്ളത്തരങ്ങളാണ്. അല്ല, അന്ന് പറഞ്ഞിട്ടില്ല ലോകമേണ സാറ്. അതിനുശേഷം ഇവള് പോലീസ് സ്റ്റേഷനിൽ പല രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കള്ളത്തരമാണ്. ഇവള് പോലീസ് സ്റ്റേഷനിൽ പോലും നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഒരു പെണ്ണ് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നീതി കിട്ടണം? കാരണം അവർ വന്ന് അന്വേഷിച്ചപ്പോഴും കുറ്റമല്ല ഇവരെ ഭാഗത്താണ്.
അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടാത്തത് അതിന് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിനോട് അകമ്പടിയോടുകൂടി വന്നിട്ട് പോലും അവർക്ക് തിരിച്ചു പോകാനായിട്ട് അവരുടെ വസ്ത്രങ്ങളോ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളോ എടുക്കാനായിട്ട് നിങ്ങളോ നിങ്ങളുടെ അമ്മയും സമ്മതിക്കാത്തറിയാമോ? ഇവള് എടുത്ത് ചാടിപ്പോയി അവൾ അങ്ങനെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. വീണ്ടും അവള് വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സ്നേഹമുള്ളത് കൊണ്ടാണ്. അതെ അതെ, അല്ലാതെ അതൊരു കുറ്റമായിട്ടല്ല. അല്ലാതെ എനിക്ക് എന്തിനാ അവളെ ഡ്രസ്സും അതൊക്കെ അതെ അതെ വിനോദ്. പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർക്കും എന്തറിയോ ഇതിനകത്ത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താ പറയുക വിനോദ്, ഈ കുറവ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു കാണുന്നവൻ അറിഞ്ഞുകൂടാ കാണാത്തവന്റെ ഒരു വേദന. ജന്മനാൽ അന്ധരായിട്ടുള്ളവർക്ക് അവരത് യൂസ്ഡ് ആണ്. പക്ഷേ കണ്ടുകൊണ്ടിരുന്നതിന്റെ കാഴ്ച നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കണ്ണ് മങ്ങിക്കൊണ്ടിരിക്കുന്നു, അതൊരു കുറ്റമായിട്ട് പോകുന്നു കുഞ്ഞിന്. അപ്പം നമ്മൾ കുറച്ച് കെയർ എടുക്കണം. വലിയ സങ്കടമുള്ളൊരു കാര്യമാണ് വിനോദ്. അത് ഒരിക്കലും അവരുടെ കുറ്റം കൊണ്ടോ കുഴപ്പം കൊണ്ടോ പറ്റിയ ഒരു വൈകല്യമാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. നിന്റെ കയ്യിലിരിപ്പുണ്ടായതാണ് ഇത്. ദൈവം അങ്ങനെ ഒരു വിധി അതിന് കൊടുത്തുപോയി. നമ്മളതിനെ കുറിച്ച് പറഞ്ഞത് വലിയ വേദനയല്ലേ ഉണ്ടാവുള്ളൂ. അത് ഓക്കെ വേണം. പിന്നെ എനിക്കിപ്പോൾ അത് വേറെ പ്രശ്നമല്ല. ഇവള് വീട്ടിൽ നിൽക്കുന്നതിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇവള് വന്ന് കുറച്ച് ദിവസം ഇവള് നിൽക്കും. അവള് തന്നെ സ്വയം എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കി ഇത് അവളെ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി അങ്ങ് പോവേണ്. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. മദ്യപിച്ച് വന്ന ഭയങ്കര ഓക്കെയാണ്, അത് ഞാൻ എനിക്ക് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഇനി ജീവിക്കാൻ വരണമെന്നില്ല, അവർക്ക് പിരിഞ്ഞു പോകാമല്ലോ. അങ്ങനെ ഞാൻ സ്ഥിര ശല്യക്കാരനാണെങ്കിൽ എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല, അവർക്ക് പിരിയാമല്ലോ. എങ്കിൽ അവളെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇതൊരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും വിനോദിനെ അത് വേണ്ട. കേസിന് വേണ്ടി ഇവള് പറയണ ഈ കള്ളത്തരമാണ്. ഞാൻ അങ്ങനെ ഒരു മദ്യപിച്ച് സ്ഥിരം ഒരു അടിക്കാരനാണെങ്കിൽ ഒരു പെണ്ണും അവന്റെ കൂടെ വരാൻ ഇഷ്ടപ്പെടൂല. പോയ ശേഷം അപ്പോൾ ഇവളെ വീട്ടിൽ നിൽക്കാനല്ലേ ഇഷ്ടം. ഞാൻ അങ്ങനെ ഇപ്പം ഇനി ഇവള് ഇതൊക്കെ ശ്രമിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കാതിരിക്കും അവളെ വീട്ടിൽ നിൽക്കിട്ട് ഞാൻ ചിലവിന് പൈസ എല്ലാം വണ്ടി ഓടാൻ പോകുമ്പോൾ പോയിട്ട് വന്ന് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ മൂത്ത കൊച്ചും ഇളയ കൊച്ചും ഉണ്ട്. മൂത്ത കൊച്ചിനെ അവിടുത്തെ നേഴ്സറി ചേർത്ത് ഇവളെ എന്നെ പഠിപ്പിക്കുക, അതിൻ്റെ പൈസ എല്ലാം കൊടുത്ത് അവിടുത്തെ നേഴ്സറി ചേർത്ത് 2 മാസം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ 2 മാസം കഴിഞ്ഞപ്പം ഇവള് അവർക്ക് നോക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് ആ കൊച്ചിനെ കൊണ്ടുവന്ന് ചുമ്മാ വെറുതെ ഈ ചേട്ടന്റെ വലിയമ്മയുടെ മോളോ ഹസ്ബൻഡുമായിട്ട് ഒരു ദിവസം രാവിലെ ജിമ്മിൽ പോയിട്ട് അവിടെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുന്നു. അപ്പം മൂത്ത കൊച്ചിനെ 2 കൂടെ കൊണ്ടുപോകാനായിട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് തിരുനാൾ കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ അപ്പോഴെന്നെ കൊണ്ടുപോകണം. അങ്ങനെ അച്ഛൻ റോഡിൽ നിന്ന് കയറി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു കൊച്ചുങ്ങളെ മാത്രം കൊണ്ടുപോകാൻ പറ്റൂല, കൊണ്ടുപോകണമെങ്കിൽ എന്നെയും കൂടെ അങ്ങനെ അച്ഛന് ചേട്ടനായിട്ട് അവിടെ വെച്ച് അടിയായി. അങ്ങനെയാണ് മൂത്ത കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നത് ചേട്ടൻ. അല്ലാതെ ഞാൻ ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഇളയ കൊച്ചിനെ 2.5 മാസമായിരുന്നപ്പോൾ അത് ഇതേപോലെ കേസ് കൊടുത്ത് മാറിയപ്പോഴാണ് വക്കീലിൻ്റെ മുമ്പ് ഈ ചേട്ടൻ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചുങ്ങളെ ഞാൻ 2 അങ്ങ് തരാം, ചേട്ടൻ്റെ അടിയിടിയും കൊണ്ട് എനിക്കിനി കഴിയാൻ. അപ്പോഴും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കോടതിയിൽ വല്ലതും പോയിട്ടുണ്ട്? കോടതിയിലല്ല കൊണ്ടുപോയത്. ഇപ്പൊ ഈ കേസിന്റെ കാര്യം കൂടെ മറുപടി ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോ ആ കൊച്ചിനെ എടുത്തോണ്ട് പോയത് ഇവള് പറയാൻ പോലെയല്ല. ഞാൻ വണ്ടി ഓടാൻ പോയപ്പം ഫോൺ വിളിച്ച് ഇവള് പറയുന്നത് കൊച്ചിന് സുഖമില്ലെന്ന്, മൂത്ത കൊച്ചിന് ചുമയും ജലദോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി വരാൻ ഓട്ടം കഴിഞ്ഞ് ട്രാവൽസിലാണ് ഓടാം, എനിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, നീ ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രി കാണിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് സമ്മതിച്ച്. ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ഇവള് പറഞ്ഞ് ആശുപത്രി കാണിച്ചെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം ഞാൻ അവിടെ ചെന്നപ്പം ഇവർ ആശുപത്രി കാണിച്ചിട്ടില്ല. ആ കൊച്ചിനും മൂക്കി കൂടെ ജലദോഷവും ചുമയും കണ്ടാത്ത പാവം തോന്നും. അപ്പോൾ ഞാൻ കണ്ടാൽ പറഞ്ഞു എന്തുകൊണ്ട് ആശുപത്രി കൊണ്ടല്ലേ, ഇവിടെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ കൊച്ചിനെ കൊണ്ട് ഞാൻ ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. കൊച്ചിനെ വണ്ടി കയറ്റിയപ്പം ഇവിടെ അച്ഛനും ഇവിടെ സഹോദരന്മാരും കൂടെ തമ്മസിക്കില്ല, വിടൂല. അങ്ങനെ അവർ എൻ്റെ കറക്കി പിടിച്ച് ഞാനും അങ്ങനെ ചെറിയ തള്ളലൂന്തലായി. കൊച്ചിനെയും കൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് ഈ കൊച്ചി ഇവരവിടെയാണ് ഈ 3 ദിവസമായിട്ട് ഈ കൊച്ചിന് ഇത്രയും അസുഖമായിട്ടും ആശുപത്രി കാണിച്ചിട്ടില്ല. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ അവരെല്ലാം കൂടെ എന്നെ അടിക്കാൻ നിന്ന്. അത് ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ SI ഉടനെ ആ കൊച്ചിനെ കണ്ടാൽ മനസ്സിലായി നീ പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് ആശുപത്രി കാണിച്ചിട്ട് വന്നിട്ട് ഒരു പരാതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആശുപത്രി കൊണ്ട് കാണിച്ചിട്ട് അവിടെ ചെന്ന് പരാതി എഴുതി കൊടുത്ത് ഇവളെ അച്ഛനെ വിളിപ്പിച്ച്. അപ്പോൾ ആ കേസ് വിലക്കുമെന്ന് പേടിച്ച് ഉടനെ ഇവള് ഇളയ കൊച്ചിനെയും സാധനങ്ങൾ മാറിക്കെട്ടിക്കൊണ്ട് ഞാൻ വിളിക്കാതെ ഉടനെ എൻ്റെ വീട്ടിൽ വന്നു. സംഭവമേ ഉണ്ടായിട്ടില്ല. ഞാൻ പരാതി കൊടുത്ത് കൊച്ചിന് ഇത്രയും ദിവസം സുഖമില്ലാതെ കിടന്നിട്ട് ഇവര് നോക്കിയില്ല. എന്നിട്ട് അവിടെ ചെന്ന് പിടിച്ചപ്പോ ഇവിടെ അച്ഛനും സഹോദരനും കൂടെ എന്നെ അടിക്കാൻ വന്നു. അങ്ങനെ ഒരു പരാതി ഞാൻ കൊടുത്തു. അങ്ങനെ പോലീസ് വീട്ടിൽ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അങ്ങനെ പോലീസ് വന്ന് 2ാമത് എൻ്റെ വീട്ടിൽ വന്ന് അന്വേഷിച്ചു. അപ്പോഴും ഇവിടെ എൻ്റെ വീട്ടിലിരിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ വന്നല്ല, ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും പറയാൻ വേണ്ടി വരില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നേരെ ഇവിടെ പറഞ്ഞു വിട്ടു പോലീസ് സ്റ്റേഷനിൽ. ഇല്ലെങ്കിൽ അവൾ പറയട്ടെ നീ പോയില്ലേ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ അവിടെ ഈ ചേട്ടൻ്റെ കേസിൻ്റെ എന്തോന്ന് ഇത് പെറ്റി അടയ്ക്കാനായിട്ട് 3500 രൂപയും കൊണ്ട് ഇത് പോലീസ് അവിടെ അന്വേഷണത്തിന് വന്നപ്പോൾ ഇതേപോലെ പോലീസിൻ്റെ അടുത്ത് ചേട്ടൻ എൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ പോലീസ് എന്നോട് വിളിച്ച് ചോദിച്ചു ഇവിടെ എന്തോന്നാണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല
ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേ ഇയാൾ നാളെ സ്റ്റേഷനിൽ വന്ന് ഇത് ഇനി മേലെ ആത്മഹത്യക്കൊന്നും ശ്രമിക്കില്ല എന്ന് എൻ്റെ അച്ഛനും ഞാനും കൂടെ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു പോലീസ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് എൻ്റെ അച്ഛൻ്റെ നമ്പർ അവിടെ വെച്ച് ഈ പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെ പോലീസ് അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് SIയെ കൊണ്ട് വിളിപ്പിച്ച് അച്ഛൻ പിറ്റേന്ന് രാവിലെ അവിടെ വന്ന് ഞാനും അവിടെ ചെന്നു. അപ്പോൾ SI എൻ്റെ അടുത്ത് ചോദിച്ചു ഭർത്താവിൻ്റെ പേരിൽ എന്തോന്നെങ്കിലും പരാതി ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ എഴുതിയിട്ട് ഇനി വിട്ടു. ഇത്രയും തന്നെ അന്ന് നടന്നു. സത്യത്തിൽ ഈ കേസ് ഞാൻ ഈ കൊടുത്തതിലാണ് ഇവരെ വിളിപ്പിച്ചത്. അവളെ എന്തോ വേണോ പറഞ്ഞോട്ടെ, എനിക്കത് നിർബന്ധിച്ച് പറയാൻ താല്പര്യം. കോടതി പോയ കേസ് ഞാൻ പറയാം. അങ്ങനെ ഇതേപോലെ ഇവള് ഒരു കോടതിയിലല്ല, അത് വക്കീൽ ഓഫീസിലാണ് പോയത്. ഓഫീസിൽ അത് എൻ്റെ വീട്ടിൽ ഇവിടെ നിന്നിട്ട് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി കുറേ ദിവസം. എന്നിട്ട് ഞാൻ ഫോണിൽ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പോഴിവിടെ വരില്ല എന്ന് പറഞ്ഞു. കാരണം എന്തോ അത് എൻ്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്ക് തലയ്ക്ക് എന്തോ ആവും. കാരണം ഇങ്ങനത്തെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും ശരി വരണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് ഇവള് കുറേ ദിവസം വിളിച്ചിട്ടും വരൂല. വരാതെ വന്നപ്പോൾ ഇവിടെ അച്ഛനൊക്കെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്, വരൂല എന്ന് പറഞ്ഞു. അപ്പോഴേ എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫോൺ വിളിക്കൂല. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവള് വിളിച്ചു പറഞ്ഞു കൊച്ചുങ്ങളെ അവർക്കാക്കും നോക്കാൻ പറ്റില്ല, കൊച്ചുങ്ങളെ ഞാൻ തരാം എന്ന് ഇവിടെ എൻ്റെ ഫോണിൽ കൂടെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കൊച്ചുങ്ങളെ തന്നു കഴിഞ്ഞാലും നാളെ വന്ന് നിങ്ങൾ വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോഴേ എനിക്കൊരു ഇത് വേണം, ഇത് കോടതിയിലാ അല്ലെങ്കിൽ ഓഫീസിലാ വന്ന് കൊച്ചുങ്ങളെ നീ എനിക്ക് തരണമായിട്ട് നിനക്ക് ആവശ്യമില്ല എന്ന് എഴുതി വെച്ചിട്ട് നീ പൊയ്ക്കോ, കൊച്ചുങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇവള് സമ്മതിച്ച് എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്ന് എൻ്റെ കൂടെ ഇവിടെ വന്ന് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ഈ വക്കീൽ ഓഫീസിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ അപ്പോഴും വക്കീലിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത് സാറേ ഇവർക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ കൂടെ വിടണം എന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോഴും അവർ അതേപോലെ തന്നെ ഇവിടെ അടുത്ത് സംസാരിച്ച് ഒരു ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ സംസാരിച്ചപ്പോഴും ഇവൾ ഇനി എൻ്റെ കൂടെ വരില്ല, അവൾ കന്യാസ്ത്രീ ആവാൻ പോവുകയാണ്, കൊച്ചുങ്ങളെ ഇനി അവൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അങ്ങനെ വക്കീൽ ലാസ്റ്റ് ദേഷ്യപ്പെട്ട് കൗൺസിലിംഗ് 1 മണിക്കൂർ പറഞ്ഞ ശേഷം ഇവള് എന്റെ കൂടെ വന്നു. അങ്ങനെയാണ് വക്കീൽ ഓഫീസിൽ കൊണ്ടുപോയത്. ദീപ പറയുന്നതും വിനോദിന്റെ കൂടെ താമസിക്കണമെന്ന് തന്നെയാണ്. വിനോദും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവര് വരണമെന്നുള്ളതാണ്. വിനോദ് ഒരു പരിഗണന മാത്രം കൊടുക്കുക. വിനോദ് അവരുടെ വീട്ടുകാരെ കുറെ തെറ്റുകൾ ചെയ്തു പോയി. ഇങ്ങനെ ആദ്യമേ തന്നെ തുറന്ന് വിനോദിനോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ നല്ല മനസ്സ് വിചാരിച്ച് വിനോദ് ചെയ്യുമായിരുന്നിരിക്കാം. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയുന്നത് വിനോദിൻ്റെ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ദീപയുമായിട്ട് മാത്രമല്ല, അമ്മയെ ഒന്ന് വിളിക്കാം. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മേഡം അതിപ്പോൾ ഒരു കാര്യം കൂടെ, എനിക്ക് ഇവിടെ വരുന്നതിനും ആ കൊച്ചുങ്ങളെ നോക്കി താമസിക്കുന്നതിനും പ്രശ്നമില്ല. പക്ഷെ ഇതേ ഉള്ള ഒരു പ്രോബ്ലം, ഇവർക്ക് ഇങ്ങനത്തെ ഈ അസുഖങ്ങളുണ്ട്. അത് അവള് പറയുമ്പം അവർക്ക് അത് കുറ്റമായിട്ടാണ് കണക്കാട്ടുന്നത്. അപ്പൊ എനിക്ക് പേടിയുണ്ട്, ഇവള് ഇനി എന്തെങ്കിലും വല്ലതും ചെയ്ത് കഴിഞ്ഞാലും അത് എന്റെ പേരിലേ വരുള്ളൂ കേസായിട്ട്. അതല്ല, ഇവരെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് വിനോദിനോട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അത് ചെയ്യാഞ്ഞത്? അല്ല, അതിന്റെ കാരണം പറഞ്ഞു. കാരണം ഒരു പ്രാന്താശുപത്രി കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിയുമ്പോൾ അത് പോകുന്നതിന്റെ പലർക്കും അതിനകത്തുള്ള ഒരു നാണക്കേടുണ്ടല്ലോ. അതും ഇത് വൈരാഗ്യമുള്ളൊരു ഭർത്താവാണെങ്കിൽ അത് കൊണ്ടുവന്ന് കാണിച്ചൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൈ വെച്ചേനെ. പലതിനും എക്സ്ക്യൂസ് ആവുമായിരുന്നു അത്. അപ്പം കൂടുതൽ അതിന്റെ ഒരു അഭിമാനവും കാര്യങ്ങളും അവരോടുള്ളൊരു സ്നേഹമൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യാറ്. ഇത് തന്നെ ഇവിടെ ഇങ്ങനെ ഈ പൂജയൊക്കെ നടത്തി ഇങ്ങനെ എല്ലാവരും ചെയ്തത് ഇവരെ വീട്ടുകാരും ഇവരെ ആൾക്കാരും പറഞ്ഞ് ഞാൻ അവരെ മന്ത്രവാദിനെ അടുത്ത് പിടിച്ചു കെട്ടി കൊണ്ടുപോയി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും അങ്ങനെ കൊണ്ടുപോയെങ്കിൽ അവർ പറഞ്ഞാൽ ഞാൻ അവരെ മെന്റൽ ആശുപത്രി കൊണ്ടുപോയി അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് സാർ, എല്ലാം ഉണ്ട്. ഇപ്പൊ എനിക്ക് പേടി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ അസുഖമുണ്ട്. അപ്പോഴിങ്ങനെ വരുമ്പോൾ ഞാൻ എന്നും വീട്ടിൽ കാണില്ല. ഇവള് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവള് അങ്ങനെ ചെയ്യും. കാരണം ഒരുപാട് പ്രാവശ്യം അങ്ങനത്തെ ഇതായിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് ഫോണിലും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവള് കൊച്ചുങ്ങളെയും കൊല്ലും, ഇവളും മരിക്കും. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു പേടി. എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്ത് പല ആവർത്തിയാകുമ്പോ എനിക്കൊരു പേടിയുണ്ട്. ഈ തീപ്പൊള്ളലേറ്റത് അമ്മയുമായിട്ടുള്ള വഴക്കല്ലേ? അത് ഞാൻ എപ്പോഴും വീട്ടിലില്ലായിരുന്നു. അപ്പോഴേ അമ്മയായിട്ട് ഇങ്ങനെ പിണക്കായിരുന്നു. അപ്പം കൊച്ചു പുറത്ത് വന്നപ്പോൾ കൊച്ചിനെ എടുക്കാൻ വേണ്ടി അമ്മ വന്നു. അപ്പോൾ ഇവള് ഉടനെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി ഇപ്പുറത്തെ മുറിക്കകത്ത് അത് പൂട്ടി. അപ്പോൾ അമ്മ ചോദിച്ചു കൊച്ചുങ്ങളെ ഒന്നും കാണാത്ത പോലെ എന്നെന്തോ ചോദിച്ചു. അപ്പോഴേ ഇപ്പം നിങ്ങൾ ആ ജയിലിൽ കയറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ മണ്ണ വെച്ച് കത്തിച്ച്. അന്ന് ഇത് ഞാൻ വിശ്വസിക്കൂലായിരുന്നു. എന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയ സമയത്തും ഇവിടെ ഈ സംഭവം പേടിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇവിടെ എൻ്റെ അടുത്ത് സമ്മതിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവര് തന്നെ സ്വന്തമായിട്ട് നൈറ്റ് വലിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കത്തില്ലല്ലോ. ഒരു പെട്ടെന്നുള്ളൊരു ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ ഒരു സെക്കൻഡിൽ വരുന്നതല്ലേ വിനോദ് ഇതൊക്കെ? അല്ലെങ്കിൽ ആർക്കാ ചാവാൻ താല്പര്യം? അതെ, ഇനി ഇവിടെ എൻ്റെ കൂടെ വന്ന് ജീവിച്ചാലും ഇങ്ങനെ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അവർക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പോലും പറയണ്ട, അങ്ങ് പോയാൽ മതി. ഇനി ഇതേപോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കാണ് പ്രശ്നം വരുന്നത്. അത്രയോ എനിക്ക് പറയുള്ളൂ. ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മളൊന്ന് എഴുതി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വരത്തില്ല. അത് നമുക്ക് ഉറപ്പ് തരാം. ഇതൊരു വെർച്വൽ അദാലത്താണ്. ഇറ്റ് ഈസ് എ സിവിൽ ഡിഗ്രി.
ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായാൽ അതൊരു സിവിൽ ഡിഗ്രി ആണ്. ഇറ്റ് കനോട്ട് ബി ക്വസ്റ്റ്യൻ ഇൻ എനി കോർട്ട് ഓഫ് ലാ. ഇതിന് അപ്പീലേ ഇല്ല എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് അവിടെ വെച്ച് തന്നെ കിട്ടുക. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം കിട്ടിയില്ലെങ്കിൽ എന്താണെന്നറിയോ, നിങ്ങൾക്ക് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക. ഇത് നടപ്പിലാക്കി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല അപ്പീൽ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഇല്ല. അതാണ് ഇവിടുത്തെ ഗുണമെന്ന് പറഞ്ഞത്.